നിങ്ങളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ? എന്നാൽ മൊബൈൽ ഫോണിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് മൊബൈൽ ഫോണിൻ്റെ വോളിയം, അതായത് സൗണ്ട് എന്നുള്ളത്. സൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ അത് കേൾക്കാൻ സാധിക്കത്തില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പല ആളുകളും പറയാറുണ്ട്, എൻ്റെ ഫോണിൽ വോളിയം കുറവാണ്, വീഡിയോയിൽ സൗണ്ടൊന്നും നേരെ കേൾക്കാൻ സാധിക്കത്തില്ല, യൂട്യൂബിൻ്റെ വീഡിയോ ആണെങ്കിലും ശരിയാണ് ഒക്കെയാണെന്ന്. ചില യൂട്യൂബിൻ്റെ വീഡിയോയിൽ സൗണ്ട് കൂടുതലായിരിക്കും, ചിലതിൽ കുറവായിരിക്കും. പക്ഷെ നമ്മളെ മാക്സിമം വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫോണിലുള്ള വോളിയം തന്നെയാണ്. അങ്ങനെ യൂട്യൂബിൽ മാത്രമല്ല, യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളെ ഫോണിൽ ഇപ്പോൾ ഇത്ര വോളിയമേ ഉള്ളൂ, എനിക്കതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എൻ്റെ ഫോണിൽ വോളിയം കുറവാണ്, ഇനി അങ്ങനെ പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അതായത് നമ്മളെ ഫോണിലുള്ള വോളിയം കൂടാതെ അഡീഷണലായിട്ട് നമ്മുടെ ഫോണിൽ വോളിയം കൊണ്ടുവരേണ്ട ഒരു ഓപ്ഷനാണ്. നിങ്ങളെ ഫോണിൽ സൗണ്ട് ഇല്ലെങ്കിൽ മാത്രം ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സൗണ്ട് വെക്കാൻ സാധിക്കും. അപ്പോൾ അത് ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ദേവഹരി യൂട്യൂബ് ചാനൽ. വീഡിയോ അതേറ്റ് കാണാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനെടുത്ത ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ പ്ലേ സ്റ്റോറിൽ പോയി ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ആ ആപ്പ് ലിങ്ക് എന്നായിരിക്കും കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഇത് നമ്മളെ ഫോണിൽ വോളിയം കുറച്ച് വെച്ചാലും കുഴപ്പമില്ല, ഇതിൽ കൂട്ടി വെച്ചാലും മതി. രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര സൗണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെ സ്പീക്കറൊക്കെ അടിച്ചു പോകേണ്ട ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീരെ നിങ്ങളുടെ ഫോണിൽ സൗണ്ട് ഇല്ലാത്ത ആളുകളാണെങ്കിൽ മാത്രം ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് നമ്മളെ ഇഷ്ടാനുസരണം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മളെ എന്ത് വേണമെങ്കിലും, എത്ര വോളിയം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ആദ്യം ഒരു ഇൻ്റർഫേസ് വരുന്നത്. എന്നിട്ട് അവിടെ അലോ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫോണിൻ്റെ സൗണ്ട് കുറയ്ക്കുകയാണ്. ഫോണിൻ്റെ സൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ വോളിയം കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതല്ലാതെ നമുക്ക് ഫോണിൻ്റെ ഇപ്പോൾ സൗണ്ട് കുറച്ച് വെച്ചാലും കേൾക്കാൻ സാധിക്കത്തില്ല. ഇതല്ലാതെ നമ്മളെ ഫോണിൽ ഇപ്പോൾ സൗണ്ട് കുറവാണെങ്കിൽ അഡീഷണലായിട്ട് സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സൗണ്ട് കൂട്ടാനുള്ള ഒരു ഓപ്ഷനാണിത്. ഇത് 60 വരെ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ 100 വരെ കൂട്ടാനൊക്കെ സാധിക്കും. ഇത് ഇപ്പോൾ കൂടുതൽ വോളിയുള്ളവർക്ക് ഈ 60 മതി. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ സൗണ്ട് ഒരുപാടായി. ഇനി തീരെ വോളിയമില്ലാത്തവർക്ക് ഇത് 60-നപ്പുറം കൂട്ടാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ട് ഇവിടെ സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷനായ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ തന്നെ വീണ്ടും സെലക്ട് ചെയ്യുക. ശേഷം ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ 60 കിടക്കുന്നത്. അതായത് മാക്സിമം വോളിയം നമ്മളെ ഫോണിൽ കൂട്ടാണ്ടത് 60 കിടക്കുന്നത്. അത് നിങ്ങളൊന്ന് 100 മാറ്റി കൊടുക്കുക, 100 മാറ്റി കൊടുക്കുക. 100 മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് 100 വരെ പാസ് ചെയ്ത് വെക്കാവുന്നതാണ് നമ്മളെ വോളിയം എന്ന് പറയുന്നത്. ഇതേപോലെ 100 വരെയൊക്കെ വെക്കാം. കണ്ടില്ലേ, 100 വരെ വയ്ക്കാം. പക്ഷേ നിങ്ങളെ ഫോണിൻ്റെ സ്പീക്കർ അടിച്ചു പോകും. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ആവശ്യമുള്ളവർ മാത്രം ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക്
സൗണ്ട് ഇല്ലാത്ത ഫോണിൽ സൗണ്ടൊക്കെ കൊണ്ടുവരണത്. ഇത് ഏത് ഫോണിൽ ഈ ആപ്ലിക്കേഷൻ വർക്കിംഗ് ആണ്. എല്ലാ ഫോണുകളിലും ഇത് വർക്കിംഗ് ആണ്. ചില ഫോണുകളിൽ ഇങ്ങനെ വോളിയം കൂട്ടാണ്ട ഒരു ഓപ്ഷൻ തന്നെ ഉണ്ട്. അങ്ങനെ ഇല്ലാത്ത ഫോണുകളാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ വളരെയധികം ഉപകാരപ്പെടും. പിന്നെ നിങ്ങളെ ഫോണിൽ തീരെ സൗണ്ട് ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ സെറ്റിങ്സിൽ പോയിട്ട് ഈ ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ അത് 60 നിന്ന് മാറ്റി നിങ്ങളെ ഇഷ്ടാനുസരണ സൗണ്ടിലോട്ട് വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 50 വയ്ക്കാം. 50 വെച്ചിട്ട് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് 50 ആക്കാൻ പറ്റുള്ളൂ. ഞാൻ 0 വെച്ചിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് അതും കൂടെ കാണിച്ചു തന്നിട്ട് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഇങ്ങനെ ചെയ്യാവുന്നതാണ്. 50 വെച്ചു. 50 വെച്ചിട്ട് അപ്പോൾ 50 വരെ മാത്രമേ ആകത്തുള്ളൂ. 100 വരെ വരത്തില്ല. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇഷ്ടാനുസരണം അഡീഷണലായിട്ട് നമ്മളെ ഫോണിൽ വോളിയം കുറവാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അല്ല നമ്മളെ ഫോണിൽ വോളിയം ഉണ്ട് എന്നുള്ളവർ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട. അത് ഫോണിൽ തീരെ വോളിയം ഇല്ലാത്തവർക്കാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയത്. എന്തുകൊണ്ടും നല്ല ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. പിന്നെ നിങ്ങളെ ഫോണിൽ തീരെ വോളിയമൊക്കെ കുറവാണെങ്കിൽ 100 വെച്ചാലും കുഴപ്പമില്ല. കാരണം നിങ്ങളെ ഫോണിൻ്റെ സ്പീക്കറിനെ അതേ പറ്റി ചെയ്യില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ തീരെ കുറവാണെങ്കിൽ മാത്രം നിങ്ങൾ 100 വെക്കുക. ബാക്കിയുള്ളവരാണെങ്കിൽ എനിക്ക് ഇതുപോലും കൂടെ മതിയെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നോക്കിയതിന് നിങ്ങളെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളെ വോളിയം ഇല്ലാത്ത ഫോണാണെങ്കിൽ ഇതുപോലെ വളരെ എളുപ്പത്തിൽ വോളിയം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നല്ല ഒരു ആപ്ലിക്കേഷനാണ്. വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ട് ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ആപ്പ് ലിങ്ക് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ ഫോണിൽ വോളിയം കുറവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളെ ഫോണിൻ്റെ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷൻ സഹായകരമാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഈ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.